ഇറ്റ്സ് മീ ശ്രീഭാമ എസ് ബി. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ മക്കളെ, നമുക്ക് എല്ലാവർക്കും ജീവനുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ സസ്യങ്ങൾക്ക് ജീവനുണ്ടോ ചോദിച്ചെങ്കിൽ പറയും യെസ്, ജീവൻ ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ വിത്തുകള് വളർന്ന് വലുതായാലേ ഒരു സസ്യമായിട്ട് മാറുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവര് മാത്രമാണോ, വിത്ത് മാത്രമാണോ കഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ അല്ല, അല്ലാതെയും ഒരുപാട് ആളുകളുണ്ട് അല്ലെ. നമ്മുടെ പൂമ്പാറ്റകള് പറക്കെ പോകുന്നു. ആരാ പോകുന്നേ? പൂമ്പാറ്റകള് പോകുന്നുണ്ട് അല്ലെ. ഈ പൂമ്പാറ്റ വെറുതെ പോവാണെന്നാണോ നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? വെറുതെ അവര് വരുന്നു, തേൻ കുടിക്കുന്നു, പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അവിടെ തെറ്റി. നമ്മുടെ പൂമ്പാറ്റകളും അതുപോലെ ഒരുപാട് ജീവജാലങ്ങള് ഇതുപോലെ സസ്യങ്ങൾ വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ എന്റെ പൂമ്പാറ്റകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മിസ്സിന്റെ കുക്കീസ് ആയിട്ടുള്ള പൂമ്പാറ്റകളൊക്കെ ഇവിടെ കോണ്ടന്റിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ക്ലാസ് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് വൺ പൂമ്പാറ്റ, അതേപോലെ പിന്നെ സെക്കൻഡ് വൺ പറഞ്ഞ ഹണി ബി അല്ലെ. നമ്മുടെ തേനീച്ച, പറന്ന് പോകുന്ന തേനീച്ച അല്ലെ. തേനീച്ച എന്താ ചെയ്യുന്നത്? തേൻ കുടിക്കുന്നുണ്ട്. പക്ഷെ തേൻ മാത്രമാണോ കുടിക്കുന്നത് ചോദിച്ചാൽ അവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും മാങ്ങ സീസൺ ആവുന്ന സമയത്ത് നമ്മൾ ചാടിക്കയറി പോലെ എനിക്ക് മാങ്ങ പറിക്കണം പറഞ്ഞത്. പക്ഷെ മോസ്റ്റ്ലി ഈ മാങ്ങകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഏകദേശം നമ്മുടെ അണ്ണാരക്കണ്ണം കഴിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ അണ്ണാൻ കഴിച്ചിട്ടായിരിക്കും അതിന്റെ അണ്ടി മാത്രം താഴെ വീഴുന്നല്ലാണ്ട് നമുക്ക് കാര്യമായിട്ട് എന്ത് കിട്ടില്ല? മാങ്ങ അതിൽ നിന്ന് കിട്ടില്ല. പല ജീവികൾ, ഇപ്പൊ ഇവര് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ വവ്വാല് അങ്ങനെ പല പല പക്ഷികളൊക്കെ തിന്നിട്ട് എന്ത് ചെയ്യും? താഴെ ഇടുക ചെയ്യുള്ളൂ. അപ്പൊ ഇവരൊക്കെ ശരിക്കും എന്താ ചെയ്യുന്നത്? ഈ അണ്ണാനായിക്കോട്ടെ, പൂമ്പാറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിത്രശലഭം അല്ലെങ്കിൽ ഹണീബീസ് എന്തോ ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ ശരിക്കും അത് മാത്രമാണോ ചെയ്യുന്നത് ചോദിച്ചാൽ അല്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിക്കുന്നതിനെയാണ് സീഡ് ഡിസ്പേഴ്സൽ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ചസ് ഡിഫറെന്റ് ലൊക്കേഷൻ. അപ്പൊ നമുക്ക് ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം ഒരുപാട് വലിയൊരു ലഗേജ് എത്തിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലോറി വിളിക്കും, അല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് പോകും. പക്ഷെ വിത്തുകൾക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ. അവർക്ക് ആകെയുള്ളത് ഈ ജീവജാലങ്ങളാണ്. അപ്പൊ ഈ അണ്ണാരക്കണ്ണനും ഈ പറഞ്ഞ പോലെ ചിത്രശലഭൊക്കെ എന്ത് ചെയ്യും? അവിടെ കുടിക്കുന്നതിനോടൊപ്പം അതിലുള്ള വിത്തെടുത്ത് നേരെ അപ്പുറത്തേക്ക് കൊണ്ട് ഇടുന്ന പരിപാടി അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മോസ്റ്റ്ലി ചെടികളൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? വളരുകയും ഉണ്ടാവുകയും ചെയ്യുന്നത്. പുതിയൊരു ചെടി നടണം എന്നുണ്ടെങ്കിൽ, ഈ പുതിയൊരു വിത്ത് അപ്പുറത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്നത് ഈ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്ന പരിപാടിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിതരണം ചെയ്യാം. ഇപ്പൊ ഡിസ്പേഴ്സ് ചെയ്യാന്നൊക്കെ പറയുന്നത് വിതരണം ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ. അതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ എന്തിനാണ് സീഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിത്ത് വിതരണം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, if all the seeds of plants fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals that need to grow. അപ്പൊ സാധാരണ ഒരു സസ്യത്തിന്റെ വിത്ത് താഴെ വീണിട്ട് അതിൽ നിന്ന് ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോ, പുതിയൊരു ചെടി ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോ, അതിന് വേണ്ട സൺലൈറ്റ്, വെള്ളം, സാധനങ്ങളൊക്കെ കറക്റ്റ് കിട്ടും നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഒരു ചെടി, ഇവിടെ ഒരു ചെടി നിൽക്കട്ടെ, അതിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ഇതിനല്ലേ സൺലൈറ്റ് കിട്ടുള്ളൂ, ആ താഴെയുള്ള ആളുകൾക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമാണ്. മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുക്കളൊക്കെ ആവശ്യമാണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നല്ല സ്ഥലത്ത് കൊണ്ടിടണം അല്ലേ. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ പോലും ജീവജാലങ്ങൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്ന ആളുകൾ അപ്പത്തോട്ടത് കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതേപോലെ ദിസ് ഈസ് എ റീസൺ വൈ ദ ഡിഫറെന്റ് പ്ലാന്റ്സ് ഫൗണ്ട് ഇൻ വൺ റീജിയൻ ഓഫ് വൺ പ്ലാന്റ് ഫൗണ്ട് ഇൻ ദ ഡിഫറെന്റ് റീജിയൻ. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശത്ത് കാണപ്പെടുന്നതും ഇതുകൊണ്ടാണ് അല്ലെ. നമ്മൾ പല സ്ഥലത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരേപോലെയുള്ള കൂട്ടം കുറെ സാധനങ്ങളെ കാണാം. ചില സ്ഥലത്ത് നോക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പല പല സ്ഥലത്തും കാണാം. അതൊക്കെ ഈ പറഞ്ഞ സീഡ് ഡിസ്പേഴ്സലിന്റെ അല്ലെങ്കിൽ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. റെഡി? അപ്പൊ നിങ്ങൾ നരൻ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മോഹൻലാൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച സിനിമയാണ് നരല്ലേ. അപ്പൊ നരനില് മെയിൻലി ആ ഒരു ഫ്ലഡ്, ഒരു വെള്ളപ്പൊക്കൊക്കെ വരുന്ന സമയം, വെള്ളം അങ്ങനെ കയറി വന്ന സമയത്ത് മൂപ്പര് തുഴഞ്ഞ് പോകുന്നൊരു പരിപാടി ഉണ്ട്. അപ്പൊ തുഴഞ്ഞ് ഈ എന്താ പറയുക, പുഴയിൽ കൂടെ അങ്ങനെ പോകുന്ന സമയത്താണ് ഈ പാട്ട്, മിന്നേടി മിന്നേടി മിന്നാമീനുങ്ങി മിന്നും നക്ഷത്ര പെണ്ണി എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുള്ള സീനുമാണ്, നല്ല പാട്ടുമാണ്. അപ്പൊ അതിലിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതിൽ കുറേ സാധനങ്ങൾ ഒഴുകി പോകുന്നുണ്ട് വെള്ളത്തിൽ കൂടെ. വലിയ വലിയ മരങ്ങൾ പോകുന്നുണ്ട്. ആ വലിയ മരം പിടിക്കാനാണ് മോഹൻലാൽ പോകുന്നത് ആക്ച്വലി. പക്ഷെ വലിയ മരം പോകുന്നുണ്ട്, വലിയ വേറെ പല സാധനങ്ങളും പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ കുറെ തേങ്ങ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ആ സിനിമയിൽ അത് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഈ തേങ്ങ ഒഴുകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ പറഞ്ഞ പുഴക്കൂടെ ഒക്കെ ഒഴുകുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഈ തേങ്ങ ഒഴുകി പോകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വെറുതെ പോകുന്ന
പോകുന്നതല്ല. അവിടെയും മെയിൻ ആയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇഫ് റിമെയിൻസ് ഇഫ് ദ കോക്കനട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതവിടെ വാട്ടർ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് ദിവസത്തിന് ശേഷം കിടന്നാൽ അത് ചീഞ്ഞു പോവില്ല. സാധാരണ നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് നാശാവുന്നു, പക്ഷെ അത് ചീഞ്ഞു പോവില്ല. ഇറ്റ് വിൽ നോട്ട് റോട്ട് ആൻഡ് ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ ദ വാട്ടർ ഹസ്ക് ആൻഡ് ഫിൽ വിത്ത് എയർ. തൊണ്ടില് വായു നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് വെള്ളത്തിൽ അത് പൊങ്ങി കിടക്കുന്നത് അല്ലെ. അതിനകത്ത് കുറെ വായു ഉണ്ട്, എയർ ഉണ്ട്. എയർ ഉള്ളതുകൊണ്ട് അത് സുഖമായിട്ട് പൊങ്ങിക്കിടക്കും. വെയിറ്റ് അധികം തോന്നാതെ ആവുന്ന സമയത്താണല്ലോ പൊന്തി കിടക്കുക. അപ്പൊ പൊന്തി കിടന്നിട്ട് നേരെ എന്ത് ചെയ്യും? അത് നേരെ വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്യുക ചെയ്യുന്നേ. ഈ തേങ്ങ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് പോവുക ചെയ്യുന്നേ. എന്നിട്ട് അവിടെ കിടന്നിട്ട് അവിടെ നിന്ന് പുതിയൊരു തെങ്ങായിട്ട് വളരും. അപ്പൊ ഇയാളെന്താണ്? ഇയാള് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് ആ വെള്ളത്തിൽ കൂടെ ചെയ്യുന്നത്. അപ്പൊ വെള്ളത്തിൽ കൂടെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അപ്പൂപ്പൻ താടി, ഇവളെല്ലാരും കളിച്ചു നോക്കുന്ന സാധനല്ലേടെ മക്കളെ. ഞാൻ എന്തോരം കളിച്ചേക്കുന്നല്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിലും നിങ്ങളുടെ പ്രായത്തിലൊക്കെ ചെയ്യുന്ന അപ്പൂപ്പൻ താടി ഇങ്ങനെ നൂതി കളിക്കുന്നേ ഇല്ലേ. ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത് ഇങ്ങനെ പങ്ങറ് നടക്കുന്നത് എന്തിനാന്ന് നിങ്ങൾ വിചാരിച്ചേക്കുന്നേ? വെറുതെ ആണോന്നാ? അല്ല, ആക്ച്വലി കനം കുറഞ്ഞ കുറച്ച് വിത്തുകളാണ് അതിനകത്തുള്ളത്. ലൈറ്റ് ആയിട്ടുള്ള സീഡാണുള്ളത്. അതേപോലെ മുടി പോലെയുള്ള ഭാഗം പറക്കാൻ സഹായിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ അപ്പൂപ്പൻ താടിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ വരച്ചുതരാം. ഇങ്ങനെ മുടികൾ കുറയില്ലേ, ഈ മുടിയാണ് പറക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് സഹായിക്കുന്ന ഒരാള് എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റ് ഇല്ലാണ്ട് സുഖമായിട്ട് ഇങ്ങനെ ലലാന്ന് പറഞ്ഞ പാര നടക്കാൻ ആർക്ക് പറ്റും? അപ്പൂപ്പൻ താടിക്ക് പറ്റും. അതും സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാ, വിത്ത് വിതരണം ചെയ്യാനാ. ഇവിടെയുള്ള ഈ വിത്ത് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പൂപ്പൻ താടി കാറ്റത്ത് കൂടെ അങ്ങനെ പറക്കെ പറന്നു പോകുന്നത്. റെഡി? അപ്പൊ കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും അതേപോലെ തന്നെ ജീവജാലങ്ങളിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീഡ് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും എന്റെ മക്കള് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ച് ആണ് നമ്മുടെ പൃഥ്വി ബാച്ച്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ലേ ഈ പൃഥ്വി ബാച്ചിനെ പറ്റിയിട്ട്? ഒരുപാട് അടിപൊളിയായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ആൻഡ് അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്റെ മക്കൾക്ക് കിട്ടുന്ന ഒരു ബാച്ചാണ് പൃഥ്വി ബാച്ച്. അപ്പോ വളരെ കുറവ് സീറ്റുകളേ ഉള്ളൂ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക? വേഗം തന്നെ ജോയിൻ ചെയ്യുക. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് മിടുക്കറാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ തന്നെയാണ് പൃഥ്വി ബാച്ച്. അത് നമ്മുടെ ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഭയങ്കര റേറ്റ് കുറവിൽ ഒരു വർഷത്തിനൊക്കെ വരുന്ന പൈസയുടെ മിസ് വെച്ചിട്ടുള്ളൂ. അന്നോ 2499 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു അക്കാഡമിക് കംപ്ലീറ്റ് ആവുന്നവർ ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ പൈസ അല്ലേ. അപ്പൊ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 9995400800 എന്നാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. എന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ ലിസ്റ്റ് വിളിച്ചോളൂ. വിളിച്ച് ചോദിച്ച ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാം. റെഡി? അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് മിസ്സിന് പറയാനുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് നല്ല മക്കളായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ. സീഡിയസ് ബൈ ബൈ.